പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നുവെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമാണ്. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വില, അല്ലെങ്കിൽ ദൈവം നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ ഞാനും നിങ്ങളും ഓരോരുത്തരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വീണ്ടെടുപ്പ് പ്രാപിച്ച സകല ദൈവമക്കളും ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ തന്റെ സ്ഥാനാധിപതികളായി ഈ ലോകത്തിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു സ്ഥാനാധിപതികളായി ദൈവം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്ഥാനാപതി എന്ന വാക്കിന് ആംഗ്ലേയ ഭാഷയിൽ അംബാസഡർ എന്നാണ് അതിന് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകുന്നവനാണ് സ്ഥാനാധിപതി. ഹല്ലേലൂയ. മനുഷ്യരുടെ ആവശ്യങ്ങൾ ദൈവമായി ബന്ധിപ്പിക്കുന്നവനാണ് സ്ഥാനാധിപതി. ഹല്ലേലൂയ. മനുഷ്യനെ ദൈവമായി നിരപ്പിക്കുന്നവനാണ് സ്ഥാനാധിപതി. അങ്ങനെ സ്ഥാനാധിപതി അംബാസഡർ എന്ന് പറയുമ്പോൾ വളരെ അതിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19, 20, 21 വാക്യങ്ങളിലൊക്കെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, നിരപ്പിന്റെ ശുശ്രൂഷയാണ് രക്തജയം. അപ്പൊ ഈ ലോകത്തിൽ ദൈവം നമ്മെ നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളായി അംബാസഡർമാരായി ദൈവം നമ്മെ നിയമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഭൂമിയിൽ ആരും ഒരു സ്ഥാനവും അധികാരവും തന്നില്ലെന്ന് വന്നേക്കാം. അഥവാ ഇന്നത്തെ സ്ഥാനമാനങ്ങളൊക്കെ പിടിച്ചുപറിച്ചും തട്ടിയെടുത്തും അപഹരിച്ചെടുത്തും കൈക്കൂലി കൊടുത്തും കോഴ വാങ്ങി ഒക്കെയാണ് എല്ലാ അധികാരികളും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അത് ലോകപരമായി നോക്കിയാലും ആത്മീയപരമായി നോക്കിയാലും യഥാർത്ഥത്തിൽ ദൈവം നിയമിച്ച ഒരു സ്ഥാനാധിപതിയും ഇന്ന് ഭൂമിയിലെ ഒരു പ്രസ്ഥാനത്തിനുമില്ല. എല്ലാം തമ്മിലടിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലഹം കൊടുത്തും കോഴകൾ വാരി എറിഞ്ഞും സ്വയം സ്ഥാനാധിപത്യം അംബാസഡർ സ്ഥാനം വാങ്ങിയെടുത്തിട്ട് അധികാരത്തിന്റെ കസേരയിലിരുന്ന് വാഴുന്നവരാണ് ഭൂമിയിലുള്ള എല്ലാ ആത്മീയ നേതാക്കന്മാരും ഈ ലോകത്തിലെ നേതാക്കന്മാരും. അതുകൊണ്ട് അതൊന്നും അവരെ ദൈവം ഏൽപ്പിച്ചതല്ല, അവർ കോഴ കൊടുത്തു വാങ്ങിയെടുത്തതാണ്, പിടിച്ചു പറിച്ചെടുത്തതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ കോഴ കൊടുക്കാതെ, പിടിച്ചു പറിക്കാതെ, അപഹരിക്കാതെ, പ്രശ്നം സൃഷ്ടിക്കാതെ, കലഹം സൃഷ്ടിക്കാതെ, ചേരി തിരിക്കാതെ, വിഭാഗ്യതയുണ്ടാക്കാതെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പേരാണ് സ്ഥാനാധിപതി എന്നുള്ളത്, അംബാസഡർ എന്നുള്ളത്. അതിനെ ഈ ഭൂമി ആർക്കും പിടിച്ചു പറിക്കാനോ അപഹരിക്കാനോ കഴിയില്ല. നിങ്ങളെ ആരും അംഗീകരിച്ചില്ലെങ്കിലും, നിങ്ങളെ ആരും ഉൾക്കൊണ്ടില്ലെങ്കിലും, നിങ്ങൾ ഓരോരുത്തരും ഈ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി നിങ്ങളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യം പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യുക. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഒരു ആമേൻ പറഞ്ഞാട്ട്. അതാ ഞാൻ പറഞ്ഞ, നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളാണ്. നമുക്ക് സന്തോഷിപ്പാൻ ഏറെ വകയുണ്ട്, ആശ്വസിപ്പാൻ ഏറെ വകയുണ്ട്. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ഹല്ലേലൂയ, മനുഷ്യന്റെ പാപങ്ങളെ കുറിച്ച് ഉണർത്തിച്ചു കൊടുത്ത് അവന് പാപബോധം വരുത്തി ദൈവത്തോട് നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നവരെ ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയാക്കി മാറ്റുവാൻ, ദൈവരാജ്യത്തിന്റെ അംബാസഡറായി മാറ്റുവാൻ ദൈവം നമ്മെ ആ സ്ഥാനത്ത് നിയമിച്ചിരിക്കുകയാണ്. നമ്മുടെ കടമ എന്താണ്? അനവധി ആളുകളെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ച് പാപബോധം വരുത്തി
മാനസാന്തരപ്പെടുന്ന സന്ദേശങ്ങൾ കൊടുത്ത് അവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ കൊടുത്ത് അവർ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കൽപ്പനകൾ പ്രമാണിച്ച് അവരെയും ക്രിസ്തുവിന്റെ അംബാസഡർമാരായി ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ആ നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി രക്തം ചെയ്യാം എന്നെ നിങ്ങളെ ദൈവം ഇവിടെ നിയമിച്ചു വെച്ചിരിക്കുക. ഈ ലോകം തന്നതല്ല നമ്മുടെ ഈ സ്ഥാനാധിപതി എന്ന് പറയുന്ന സ്ഥാനം. ഈ അംബാസഡർ എന്ന് പറയുന്ന സ്ഥാനം ഈ ലോകം തന്നതല്ല. ഇവിടുത്തെ ഈ ലോകത്തിന്റെ ഭരണകൂട്ടങ്ങൾ, ഇവിടുത്തെ ആത്മീയ നേതാക്കന്മാർ തന്നതല്ല. ദൈവത്താൽ സ്ഥാപിതമാണ് രക്തം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഉണ്ട്. ഇതാർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല, അപഹരിച്ചെടുക്കാനും കഴിയത്തില്ല. കാരണം ദൈവം നേരിട്ട് നമ്മളെ നിയമിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിരപ്പിന്റെ ആവശ്യ ശത്രുക്കൾ തമ്മിലാണ്. മനുഷ്യൻ പാപം മൂലം ദൈവത്തോട് അകന്ന് ശത്രുക്കളായി തീർന്നതിനാൽ ഒരു നിരപ്പിന്റെ ആവശ്യകത ഉണ്ടായി വന്നുവെന്ന് നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 5:19 വായിക്കാൻ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. എന്നിട്ട് പറയുകയാണ്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിനെ പകരം നമ്മോട് അപേക്ഷിക്കുക. കൊരിന്ത്യ സഭയോട് അപേക്ഷിക്കുക. കൊരിന്ത്യ സഭയോട് മാത്രമല്ല, ലോകത്തിലുള്ള സകല ദൈവഭക്തന്മാരോടും സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ദൂതാണ്. ഈ ലോകത്തിൽ പാപം മുഖാന്തരം ദൈവത്തിന് അകന്നുപോയ സകല ജനത്തോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ദൂതാണ്, ക്രിസ്തുവിനോട് നിരന്നുകൊള്ളണം. കാലമതിന്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യം ആമെ സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാസനമായി ദൈവം സഭയെ ചേർക്കാൻ സമയമായി ലോക സംഭവങ്ങൾ ഓരോന്നും നമുക്ക് വെളിപ്പെടുത്തുന്നു. രക്തം ചെയ്യാം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിരപ്പിന്റെ ശുശ്രൂഷ നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായി ദൈവരാജ്യത്തിന്റെ അംബാസഡർമായ ദൈവത്തോട് നിരന്നുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായി മാറണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സമാധാനം വേണ്ടേ? നിങ്ങൾക്കൊരു സന്തോഷം വേണ്ടേ? നിങ്ങൾക്കൊരു ആശ്വാസം വേണ്ടേ? ഒരു പ്രത്യാശ വേണ്ടേ? ഹല്ലേലൂയ. എന്നും ഇങ്ങനെ പോയാൽ മതിയോ? എന്നും ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? എന്നും ഇങ്ങനെ കണ്ണുനീര് തൂകി, എന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, വിലപിച്ചുകൊണ്ട്, ദുഃഖിച്ചുകൊണ്ട്, പിറുപിറുത്തുകൊണ്ട് നിങ്ങൾ പോയാ മതിയോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട്. ഹല്ലേലൂയ. ദൈവം അത് അനുവദിക്കുന്നില്ല. നിന്നെ ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി നിയമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ച് പാപത്തിൽ വീണുകിടക്കുന്ന, ശാപത്തിൽ വീണുകിടക്കുന്ന, അന്ധകാരത്തിൽ വീണുകിടക്കുന്ന ജനത്തോട് നിരപ്പിന്റെ വചനം പറഞ്ഞുകൊടുത്ത് അവനെ അതിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയാക്കി മാറ്റുവാൻ ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നു. നീ അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? രക്തജയം. പ്രൈസലോ. അതുകൊണ്ട് നാം ചില്ലറക്കാരാണെന്ന് ചിന്തിക്കണ്ട. ലോകം എന്തൊക്കെ പറയട്ടെ, നമുക്കത് പ്രശ്നമല്ല. ലോകം പറയുന്നത് കേൾക്കാൻ നീ ചെവി കൊടുത്താൽ നിന്റെ ജീവിതം തളർന്നു പോകും. ലോകം പറയുന്നത് നീ കേൾക്കരുത്. ദൈവവചനം പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. രക്തജയം. ഇവിടെ വചനം പറയുന്നത് നിരപ്പിന്റെ ആവശ്യകത ശത്രുക്കൾ തമ്മിലാണ്. മനുഷ്യൻ പാപം മൂലം ദൈവത്തോട് അകന്ന് ശത്രുക്കളായി തീർന്നതിനാൽ ഒരു നിരപ്പിന്റെ ആവശ്യകതയുണ്ടായിരുന്നു. ആദാമും ഹൗവയും പുറത്താക്കപ്പെട്ടത് ആ അകൽച്ചയുടെ ആദ്യ പടിയാണ്. ആദാമും ഹൗവയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ആദ്യ പടിയാണ്. അത് വളർന്ന് ഒരു മധ്യസ്ഥനില്ലാതെ നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ഹല്ലേലൂയ. പുറത്തു നോക്കി, ആദമിലും ഹൗവയിലും വന്ന പാപം ക്രിസ്തുവുമായി നിരപ്പ് പ്രാപിക്കാൻ കഴിയാതെ, ഒരു നിരപ്പിന് വേണ്ടി മധ്യസ്ഥനില്ലാതെ അവരുടെ ജീവിതം വന്നു കഴിയപ്പോൾ ആ അകൽച്ച വളർന്ന്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, പ്രിയ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ മൊഴികളിൽ ആദ്യത്തെ മൊഴിയാണല്ലോ, പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറയുമ്പോൾ, ഹല്ലേലൂയ,
സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തെ ഒരു കൈകൊണ്ടും മറ്റേ കൈകൊണ്ടും മനുഷ്യവർഗത്തെയും തമ്മിൽ ഒന്നാക്കുകയായിരുന്നു ആ വാക്കിനകത്ത്. ആ കുരിശിലെ പൊഴിക്കാത്തതാണ്. ഒരു കൈ കൊണ്ട് പിതാവായ ദൈവത്തെ ഒരു കൈ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യവർഗത്തെയും കൊണ്ട് ചേർത്ത് പിടിച്ച് ദൈവത്തോട് നിരപ്പാക്കുന്ന അതിശക്തമായ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയാണ് യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചതെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ മുടിയനായ പുത്രൻ പിതാവ് അവനെ മകനായി സ്വീകരിച്ചതുപോലെ ദൈവം മനുഷ്യവർഗത്തെ സ്വീകരിപ്പാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ലൂസിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയ മുടിയനായ ആ പുത്രന്റെ കഥ 15-ാം അധ്യായത്തിൽ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള ആ നഷ്ടപ്പെട്ടു പോയ മകനെ പിതാവ് ആ മകൻ മടങ്ങി വന്നപ്പോൾ സ്വന്തം മകനായി സ്വീകരിക്കുന്നത് പോലെ ഹല്ലേലൂയ ആദാമും ഹവ്വയും മുഖാന്തരം ഹല്ലേലൂയ ദൈവത്തിന് അകന്നുപോയ അകൽച്ച പ്രാപിച്ച ഒരു മധ്യസ്ഥനില്ലാതെ നിരപ്പ് പ്രാപിക്കാൻ കഴിയാതെ എന്നേക്കുമായി ദൈവത്തിന് അകന്നുപോയ മനുഷ്യവർഗത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോടുകൂടി പിതാവുമായ ആ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് ദൈവം എന്നെ നിങ്ങളെ ഫലമേൽപ്പിച്ചത്. ആ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം പൗലോസിനെ സ്ഥാനാധിപതിയായി നിയമിച്ചത്. അല്ലെങ്കിൽ ആ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് പൗലോസ് നമ്മോടും പറയുന്നത്, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരായി ഈ ശുശ്രൂഷ നിങ്ങൾ നിർവഹിക്കണമെന്ന് പറയുന്നത്. തേക്കം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം പിതാവായ ദൈവം മനുഷ്യവർഗത്തെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോക ജീവിതം താൽക്കാലികമാണ്, അല്പകാലം മാത്രമാണ്. ലഭിച്ച സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങളും ദൈവമായുള്ള അകൽച്ചയുടെ നടുവിൽ നിങ്ങൾക്കൊരു മധ്യസ്ഥനില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾക്കൊരു മധ്യസ്ഥനായി കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നിങ്ങൾക്കൊരു വീണ്ടെടുപ്പ് നൽകുവാൻ, ആദമിലും ഹവ്വയിലും നഷ്ടപ്പെട്ട ആ സമാധാനം, അവർ മുഖാന്തരം ഉണ്ടായ ശാപങ്ങൾ, പാപങ്ങൾ, ബന്ധനങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ച് ദൈവത്തോട് ചേർത്ത് പിടിക്കുവാൻ ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ഹല്ലേലൂയ ദൈവം നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് രക്തം ചെയ്യും. നീ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് ദൈവമായി നിരപ്പ് പ്രാപിച്ച് ഹല്ലേലൂയ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് വസിക്കേണ്ടത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ മരിച്ചതിന് ശേഷമായി നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു, എന്തല്ലേ ഇവിടെ ആമൻ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ മരിക്കുന്നതിനോടുകൂടി നിങ്ങളുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളുടെ ആത്മാവ് നിത്യമായ പരദീസയിലും, വീണ്ടെടുക്കപ്പെടാത്ത അഥവാ നിരപ്പ് പ്രാപിക്കാത്തവരുടെ ആത്മാവ് നിത്യമായ നരകത്തിലേക്ക് പോവുകയാണ്, യാതന സ്ഥലത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത്. രക്തം ചെയ്യും. നിങ്ങൾ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ബോധ്യം വന്ന്, നിങ്ങളുടെ കുറവുകൾ മനസ്സിലായി, നിങ്ങളുടെ പാപ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവായി നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി മകളായി ദൈവരാജ്യത്തിന്റെ അംബാസഡറായി ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി നിന്നെ ഈ ഭൂമിയിൽ വെച്ച് നീ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നീ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ നിന്റെ സ്വന്തക്കാരോ ചാർച്ചക്കാരോ ചെയ്യുന്ന ഹല്ലേലൂയ ആമേൻ കർമ്മങ്ങൾ കൊണ്ട് നിന്നെ ദൈവത്തോട് നിരപ്പിക്കുവാൻ കഴിയില്ല കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് ശക്തമായിട്ട് സംസാരിക്കുന്ന ദൂതെന്ന് പറയുന്നത്, നിങ്ങൾ ഈ നിരപ്പിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി മാറണം. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവത്തിന് നിരപ്പ് പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവെങ്കിൽ നിങ്ങൾക്ക് ആ കളഹനാഥം കേൾക്കുവാൻ ഒരുക്കമുള്ളവരായി, ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ, ഒരുക്കപ്പെട്ട മനസ്സോടെ നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക. രക്തം ചെയ്യും. അത് ഞാൻ മുമ്പ് ചോദിച്ചല്ലോ, നിങ്ങൾ എന്നും ഇങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയാൽ മതിയോ? പോരാ.
അല്ലേരിയ. നിങ്ങൾ ഈ കഷ്ടതയിലൂടെ കടന്നുപോയാൽ പോരാ, നിങ്ങൾ ഈ സങ്കടത്തിലൂടെ കടന്നുപോയാൽ പോരാ, നിങ്ങൾ മാനസാന്തരപ്പെടണം. അല്ലേരിയ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഇവിടെ നിങ്ങൾക്ക് പണം കാണും, പൊന്ന് കാണും, ഒരുപാട് സമ്പത്തുകൾ കാണും, ജംഗമ സ്വത്തുകൾ കാണും, പാരമ്പര്യമായി നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുകൾ ഉണ്ടായിരിക്കും. വിദേശ കറൻസികൾ ഇഷ്ടംപോലെ വരാൻ കാണും, വിദേശത്ത് ഇഷ്ടംപോലെ ആളുകൾ കാണും. നിങ്ങൾ ഉന്നതമായ ജോലികൾ ചെയ്ത് ഉന്നത സ്ഥാനമാനങ്ങൾ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. ആരുമാകട്ടെ, അതൊക്കെ താൽക്കാലികമാണ് ശ്രോതാവേ. അതെല്ലാം താൽക്കാലികമാണ്. ഒരു പിടി ചാരമായി അതെല്ലാം ഇവിടെ തീരുന്ന സമയമുണ്ട്. എന്നാൽ ഈ ഭൂമി നീ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് നീ നിത്യജീവനെ പ്രാപിക്കുകയാണെങ്കിൽ അല്ലേലൂയ, നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയും. അല്ലേലൂയ. നിന്റെ പണമോ പ്രതാപോ നിന്റെ പാരമ്പര്യമോ നീ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളും കർമ്മങ്ങൾ കൊണ്ടൊന്നും നിനക്ക് നിത്യരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല. നിത്യമായ രാജ്യത്തിൽ ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ നീ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പാപമോചനം പ്രാപിച്ച് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് നീ നിരപ്പിന്റെ അനുഭവത്തിൽ വന്ന് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവളായിരിക്കണം. രക്തം ചെയ്യും. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ ഒരുവൻ കൈക്കൊള്ളുമ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരുവൻ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ ആ മനുഷ്യൻ അല്ലേലൂയ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു. അവൻ എത്ര വലിയ പാപിയായിരുന്നാലും, അല്ലേലൂയ, ഒരുപക്ഷെ ഒരു കുലപാതകനായിരുന്നാലും, ഒരു മദ്യപാനിയായിരുന്നാലും, ഒരു മയക്കുമരുന്ന് അടിമയായിരുന്നാലും, ഒരു കൊള്ളക്കാരനായിരുന്നാലും, അല്ലേലൂയ, ഏതെങ്കിലും കേസുകൾക്കകത്ത് വിധേയപ്പെട്ട് ജീവിതത്തിൽ പുറത്തു വരാതെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് തൂക്കുമരത്തിൽ ആമെ തൂക്കുമരം തേടി കിടക്കുന്ന വ്യക്തിയായിരുന്നാലും, അല്ലേലൂയ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിരപ്പ് പ്രാപിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ നിന്റെ ജീവിതം അവസാനിച്ചാലും നിനക്ക് നിത്യതയിൽ ചെല്ലുവാൻ കഴിയും. രക്തം ജയം. ആമേൻ. അവസാന നിമിഷത്തെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ യേശു ക്രിസ്തുവിനോട് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ ക്രിസ്തുവിനോട് നിരപ്പ് പ്രാപിക്കണം. നീ എവിടെ വെച്ച് ക്രിസ്തുവിനോട് നിന്റെ പാപം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് നീ നിരപ്പ് പ്രാപിക്കുന്നോ ആ സമയത്ത് നീ ദൈവത്തിന്റെ മകനായി മകളായി മാറുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി നീ മാറുകയായി. രക്തം ജയം. അല്ലേ, അതൊരുപക്ഷെ ജയിലറയ്ക്കകത്താകാം, ഒരുപക്ഷെ പുറത്തു വെച്ചാകാം, ഒരുപക്ഷെ നിന്റെ ജോലി സ്ഥലത്താകാം, ഒരുപക്ഷെ നിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ ദാസന്മാർ കടന്നു വന്ന് നിന്നോട് സുവിശേഷം പറയുന്ന സന്ദർഭത്തിലാകാം നിന്റെ പാപങ്ങൾക്ക് നീ ആമേലെ പരിഹാരം വരുത്തുന്നെങ്കിൽ അവിടെ വെച്ച് നീ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ ഈ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവത്തിന്റെ ഫലമേൽപ്പിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നുപോയി നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആമേൻ ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി ദൈവം നിന്നെ നിയമിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവരാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് കേട്ടോ. ഹല്ലേലൂയ. രക്തം ജയം. നിന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ നീ അകന്നു പോകരുത്. രക്തം ജയം. എന്നെ കേൾക്കുന്ന യുവതിയെ ദൈവത്തിന്റെ ആത്മാവ് പറയും, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോകരുത്. യുവാക്കന്മാരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാ. ഇന്നത്തെ തലമുറ ദൈവത്തിന് അകന്ന് ജീവിക്കുന്നവരാ. ഇന്നത്തെ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാ. അവർ ഈ ലോകത്തിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയുക, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. പ്രൈസലോ. ഇന്ന് നമ്മളിത് ചിന്തിച്ചു നോക്കിയാട്ട് വീട്ടിനകത്ത് 5 മിനിറ്റ് അപ്പനും അമ്മയും മക്കളും ഒക്കെ കൂടിയിരിക്കുമ്പോൾ അവർക്ക് ദൈവികമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനോ ദൈവികമായ കാര്യങ്ങൾ പറയുവാനോ സമയമില്ല. അവരെല്ലാം മൊബൈൽ എടുത്ത് വെച്ച് അതിനകത്ത് ആമേൻ ഓരോന്നും കണ്ടുകൊണ്ട് ലോകത്തോട് നിരന്ന് സന്തോഷിക്കുക. ദൈവത്തിന്റെ ദാസന്മാർ ദൈവഭക്തന്മാർ ഭവനത്തിനകത്ത് കടന്നു ചെല്ലുമ്പോൾ അവരുടെ അരികിൽ വന്ന് വചനം കേൾക്കാതെ അവരുമായിട്ട് സംസാരിക്കാതെ പ്രാർത്ഥനയുടെ ഭാഗമായി മാറാതെ ഭവനത്തിലിരിക്കുന്നവരെല്ലാം ഹല്ലേലൂയ ഈ വലിയ മൊബൈൽ പിടിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിക്കുക. നിരപ്പിന്റെ ശുശ്രൂഷയുമായി, സമാധാനത്തിന്റെ സന്ദേശമായി, സന്തോഷത്തിന്റെ സന്ദേശമായി, നിത്യജീവന്റെ സന്തോഷമായി ദൈവത്തിന്റെ ദാസന്മാർ ഭവനങ്ങൾ കയറിയിറങ്ങുമ്പോൾ പൊതു നിരത്തുകളിൽ നിന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് ചെവി കൊടുക്കാൻ കഴിയാതെ ഹല്ലേലൂയ മനുഷ്യൻ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സാത്താൻ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. സഹോദരൻ, നിന്റെ സാത്താൻ ചതിച്ചുകൊണ്ടിരിക്കുക. ആമേ സുവിശേഷം കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ദൈവവചനം കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കാതടപ്പിച്ചിട്ട്
ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ കുരുടാക്കിക്കൊണ്ട്, നിന്റെ ആത്മീയ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ട് പിശാചിനെ ചതിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിശാചിന്റെ ചതിവിൽ അകപ്പെട്ടു പോകാതെ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഓരോ ദേശത്തും ഹല്ലേലൂയ ആ ദേശത്തിന് വേണ്ടി നിൽക്കത്തക്ക നിലയിൽ സ്ഥാനാധിപതികളെ ഹല്ലേലൂയ മറ്റ് ദേശങ്ങളിൽ നിയമിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോ രാജ്യത്തിനും ഹല്ലേലൂയ സ്ഥാനാധിപതികൾ, അംബാസഡർമാരുണ്ട്. എന്തിനാണ്? അവരവരുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാനാധിപതികളെ നിയമിക്കുന്നത്. ഹല്ലേലൂയ. നാം ദൈവത്തിന് വചനം അമേരിക്ക ഹല്ലേലൂയ ഇന്ത്യയിലെ ഓരോ നഗരത്തിലും തന്റെ ഹല്ലേലൂയ അംബാസഡർമാരെ, ഹൈക്കമ്മീഷണർമാരെ നിയമിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഓരോ നഗരത്തിലും അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എന്തിക്കുന്നു? ഹൈക്കമ്മീഷണർമാരെ, അംബാസഡർമാരെ നിയമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തങ്ങളുടെ ദേശത്തിലെ ജനത്തെ സഹായിക്കുവാൻ, ഇന്ത്യയിൽ നിന്നും അമേരിക്കയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നൽകുവാൻ, അമേരിക്കൻ ജനം ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടാൽ, കഷ്ടപ്പെട്ടാൽ അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ അവരുടെ സ്ഥാനാധിപതികളെ, അംബാസഡർമാരെ നിയമിച്ചു വെച്ചിരിക്കുന്നത് പോലെ, അങ്ങനെ ഓരോ രാജ്യം നിയമിച്ചു വെച്ചിരിക്കുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരായ സ്ഥാനാധിപതികളായി ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. എന്തിന്? ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുവട്ടത്തും കിടക്കുന്ന, നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഗ്രാമങ്ങളിലെ ജനം തകരാതിരിക്കാൻ വേണ്ടി, തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഉപദ്രവിക്കാതിരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ട ആലോചന പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിന് അംബാസഡർമാരായി ദൈവം നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് പോകാനുള്ളവർക്ക് വിസ കൊടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നവരെ, ദൈവരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള വഴികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, അവരുടെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, അവരെ രക്ഷയിലേക്ക് നടത്തുവാൻ വേണ്ടി ദൈവം നമ്മെ അല്ലെങ്കിൽ അംബാസഡർമാരായി, ദൈവരാജ്യത്തിലെ സ്ഥാനാധിപതികളായി നിയമിച്ചിരിക്കുന്ന രക്തം ചെയ്യും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നീ ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയാണ്. രക്തം ചെയ്യും. നീ ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയെ. നിന്റെ വലിയ ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം നീ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ സമയം തകർത്ത് കളയാതെ, നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവരാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. രക്തം ചെയ്യും. നമ്മൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ രാജ്യത്തിന് വേണ്ടി നിയമിച്ചിരിക്കുന്ന സ്ഥാനാധിപതികൾ ഹല്ലേലൂയ തങ്ങളുടെ ജനത്തിന് വേണ്ടി വാദിക്കും. ഹല്ലേലൂയ. തങ്ങളുടെ ജനത്തിന് വേണ്ടി വാദിക്കും. ഇപ്പൊ അമേരിക്കയുടെ അംബാസഡർമാർ, സ്ഥാനാധിപതികൾ അമേരിക്കൻ ജനതയ്ക്ക് ഇന്ത്യയിൽ വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ, കഷ്ടപ്പാട് നേരിട്ടാൽ, ഉപദ്രവങ്ങൾ നേരിട്ടാൽ, അവരെ എന്തെങ്കിലും നിയമക്കുരുക്കിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വാദിക്കാനാണ് അമേരിക്ക ഇന്ത്യയിൽ സ്ഥാനാധിപതികളെ അംബാസഡർമാരെ നിയമിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ഓരോ ഭക്തനും, ഓരോ ജനം ഉപദ്രവിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, കഷ്ടമനുഭവിക്കുമ്പോൾ, സാത്താന്റെ പിടിക്കരുത് തമർന്നവർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് വേണ്ടി വാദിക്കുവാൻ, അവര് വേണ്ടി ഇടിവി നിൽക്കുവാൻ, അവര് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ, അവര് വേണ്ടി കണതയോടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളായി നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുയേശുവിനെ പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പൗലോസിനോട് ശക്തമായി ദൂത് നമുക്ക് നൽകുകയാണ്. എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ വചനം കേട്ടിട്ട് നീ നിരപ്പ് പ്രാപിക്കുന്നില്ലെങ്കിൽ, ഈ വചനം കേട്ടിട്ട് നിരപ്പ് പ്രാപിച്ച് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നില്ലെങ്കിൽ, നിന്റെ അവസാന അന്ത്യം എന്ന് പറയുന്നത് ദുർഘടം പിടിച്ചതായിരിക്കും. നിന്റെ അവസാന അന്ത്യം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും. അല്ലെങ്കിൽ അത് കണ്ണുനീരിന്റെ അനുഭവമായിരിക്കും, സങ്കടത്തിന്റെ അനുഭവമായിരിക്കും, വേദനയുടെ അനുഭവമായിരിക്കും.
അല്ലേറിയ നിലയിലാ കയത്തിൽ നിങ്ങൾ ചെന്ന് ചാടുന്നത് പോലെ ആരും ഒരു തുണയില്ലാതെ, ആരും ഒരു കൈത്താങ്ങലില്ലാതെ ആമേൻ നിങ്ങൾ തകരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ചെല്ലും. അല്ലേറിയ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ, സുബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ, ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ, എല്ലാ പ്രതാപത്തോടു കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണമെന്നാണ്. നിങ്ങൾ യേശുക്രിസ്തുവിനോട് നിരപ്പ് പ്രാപിക്കണം. യേശുക്രിസ്തു ആനോട് നിരപ്പ് പ്രാപിച്ച് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അവകാശികളായി, ദൈവരാജ്യത്തിന്റെ മക്കളായി, ദൈവരാജ്യത്തെ സ്ഥാനാധിപതികളായി ക്രിസ്തുവിന് വേണ്ടി ശോഭിക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കണം, രക്തം ചെയ്യണം. നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കണം, ലോകത്തിന് കൊടുക്കരുത്, സാത്താന് കൊടുക്കരുത്, ഇവിടുത്തെ ഇംഗിതങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, ഈ ലോകത്തിന്റെ ഒരു സുഖങ്ങൾക്കും വേണ്ടി നീ വഴങ്ങിക്കൊടുക്കരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ വഴുവഴുപ്പിനകത്ത് വീണ്, ചെളിക്കുണ്ടിൽ വീണ്, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് നിന്റെ ജീവിതം ഒടുക്കിക്കളയാതെ, ഹല്ലേലൂയ, ജീവിതം തകർത്ത് കളയാതെ, നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ, ദൈവരാജ്യം സ്വർഗീയ പാരദീസമയം നഷ്ടപ്പെടുത്തി കളയാതെ ഈ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ആ ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠതയിൽ നീ ജീവിക്കണം. രക്തം ചെയ്യും. എപ്പോഴും നിനക്ക് പ്രത്യാശയുള്ളവനായിരിക്കണം, പ്രത്യാശയുള്ളവളായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സുഖങ്ങൾ, ഈ ലോകത്തിന്റെ പ്രതാപമൊക്കെ നിന്നെ വിട്ടുപോകുന്ന ദിവസമുണ്ട്. ഇപ്പോൾ നിനക്കുള്ളതൊക്കെ നശിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പോൾ നിന്നിലുള്ളതെല്ലാം നിന്നിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. 6 അടി മണ്ണ് മാത്രം നിനക്ക് അവശേഷിക്കുന്ന ഒരു സുദിനം നിന്റെ മുമ്പിൽ വരുന്നു. ഹല്ലേലൂയ. ഈ 6 അടി മണ്ണിലേക്ക് നീ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഈ 6 അടി മണ്ണിലേക്ക് നീ പോകുന്നതിന് മുമ്പ്, നിന്റെ ജീവശ്വാസം നിന്നിൽ നിന്ന് അകന്ന് പോകുന്നതിന് മുമ്പ് നീ കർത്താവ് യേശുക്രിസ്തുവിനോട് നിരപ്പ് പ്രാപിച്ചു വേണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിനോട് നിരപ്പ് പ്രാപിക്കുമ്പോൾ നിനക്ക് ദൈവരാജ്യത്തെ എത്തുവച്ച് കഴിയും. അല്ല, നീ കർത്താവ് യേശുക്രിസ്തുവിനോട് നിരപ്പ് പ്രാപിക്കാതാണ് നിന്റെ ജീവിതം, നിന്റെ ജീവൻ ഇവിടെ അവസാനിക്കുന്നെങ്കിൽ നിന്റെ പര്യവസാനം എന്ന് പറയുന്നത് നിത്യമായ നരകമായിരിക്കും. ഹല്ലേലൂയ. അവിടെ കെടാത്ത തീയ, ചാകാത്ത പുഴുവ, ഒരിക്കലും സമാധാനമില്ല. അവിടെ കഷ്ടതയാണ്, മുറവിളിയാണ്, പിറുപിറുപ്പാണ്. അവിടെ കിടക്കുന്നതെല്ലാം ദുഷ്ട മനുഷ്യരാണ്. ഹല്ലേലൂയ. ദുഷ്ടന്മാരാണ്, അല്ലെ ദുഷ്ടാത്മാക്കളാണ് അവിടെ കിടക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് 1000 വിശുദ്ധന്മാരെ കൊണ്ട് നിറയപ്പെട്ട ഗ്രൂപ്പുകളും സാറാപ്പുകളും ദൂതന്മാരാൽ നിറയപ്പെട്ട് ആമേൻ വലിയ ആരാധനയാൽ നിറയപ്പെട്ട സ്വർഗീയ പരദീസയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഈ നിരപ്പിന്റെ ശുശ്രൂഷ പ്രാപിക്കണമെന്ന് പറയും, നിരപ്പ് പ്രാപിക്കണമെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായി നിങ്ങൾ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു രാജാവ്, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിന് 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഒരു രാജാവും മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ, ഹല്ലേലൂയ, സ്തോത്രം, മറ്റവൻ ഹല്ലേലൂയ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. കണ്ടോ? ഒരു രാജാവ് മറ്റു രാജാവിനോട് പടക്കി വരുമ്പോൾ, ഹല്ലേലൂയ, 20,000 വരുന്നവരോട് 10,000 നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ആ മനുഷ്യൻ എന്ത് ചെയ്യൂ? അവന്റെ സ്ഥാനാധിപതികളെ അയച്ച് നിരപ്പ് പ്രാപിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് നാം വായിച്ച വചനത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ സ്ഥാനാധിപതി രാജാവിന്റെ പേരിൽ സംസാരിക്കുന്നു, സമാധാനം ഉണ്ടാക്കുവാൻ ജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു. ആ സ്ഥാനാവധി എന്നിട്ട് മറ്റേ രാജാവിനോട് സമാധാനത്തോടെ സംസാരിക്കുന്നു, സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ അപ്രകാരം നിങ്ങൾക്കും ദൈവരാജ്യത്തെ കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ സ്ഥാനാധിപതിയെ പോലെ തന്നെ നിങ്ങൾക്കും ദൈവരാജ്യത്തെ കുറിച്ച് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഉത്തരവാദിത്വമുണ്ട്. സ്വർഗം നിങ്ങളെ ഈ ലോകത്തിന് സ്ഥാനാധിപതികളായി നിയമിച്ചിരിക്കുക. ആമേൻ. സ്വർഗം, ദൈവം ഈ ലോകത്തിന് നിങ്ങളെ സ്ഥാനാധിപതികളായി നിയമിച്ചിരിക്കുക.
അത് ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, ശത്രുവിന്റെ പോരിനോട് എതിർത്ത് നിൽക്കുവാൻ, ജനത്തെ പിശാചിന്റെ കയ്യിൽ വിടിവിക്കുവാൻ, പാപത്തിന് വിടിവിക്കുവാൻ, ശാപത്തിന് വിടിവിക്കുവാൻ, ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിൽ നിന്ന് ആമേൻ ജനത്തെ വിടിവിച്ച് ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളായി തീർക്കുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. രക്തം ചെയ്യും. അവിടെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതിൽ കാണുന്നത് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഹല്ലേലൂയ ആമേൻ സ്ഥാനാധിപതികളാണ്. ലോകത്തിന്റെ സ്ഥാനാധിപതികളല്ല, ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളാണ്. ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളായിട്ടാണ് ദൈവം നിങ്ങളെ ബാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഈ ലോകത്തിനുള്ളവരല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല. ഈ ലോകത്തിൽ ദൈവത്തിന്റെ രാജ്യം പണിയുവാൻ വേണ്ടി നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. അല്ലേ? നിങ്ങൾ ഈ ലോകത്തിലുള്ളവരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളാക്കി മാറി. ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളായി മാറിയ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ പണിക്കാരാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളാണ്. ദൈവരാജ്യത്തെ പണിയുന്നവനാണ്, അധ്വാനിക്കുന്നവനാണ്. ദൈവരാജ്യത്തിൽ അധ്വാനിക്കുന്നവനാണ്. ആകയാൽ ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകനിതാ, യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഈ ലോകത്തിൽ ഏറ്റവും നല്ല വാർത്ത, ഏറ്റവും നല്ലത് പറയാൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാ. ഹല്ലേലൂയ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പലരോടും പല വാർത്തകൾ പറയാറുണ്ട്, പല സന്ദേശങ്ങളും പറയാറുണ്ട്. പുലർകാലത്ത് എഴുന്നേൽക്കുന്ന സമയം തൊട്ട് നിങ്ങൾ ഫോണിലൂടെ തൊട്ട് അനവധി ആളുകളോട് പുതിയ പുതിയ വാർത്തകൾ പറയുവാൻ നിങ്ങൾ ഒരുമ്പിട്ടിരിക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ നീ ആദ്യമായിട്ട് പറയേണ്ട വാർത്ത, ആദ്യമായി സംസാരിക്കുന്നത് നിന്റെ സുഹൃത്തുക്കളോടായിരുന്നാലും, ബന്ധുക്കളോടായിരുന്നാലും, നിന്റെ ഭാര്യയോടായിരുന്നാലും, ഭർത്താവിനോടായിരുന്നാലും, അപ്പനോടോ അമ്മയോടോ മക്കളോടോ, നിന്റെ സുഹൃത്തുക്കളോട്, കേരളത്തിലും വിദേശ രാജ്യങ്ങളിൽ എവിടെയുള്ളവരുമായിട്ട് നീ സംസാരിക്കുന്നെങ്കിൽ നീ പ്രഭാതത്തിൽ ആദ്യം സംസാരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമായി നീ കൈമാറേണ്ട സന്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമായിരിക്കണം. യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു നിന്നെ കരുതുന്നു, യേശുക്രിസ്തു നിത്യജീവൻ നൽകുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു രാജാതി രാജാവായി മധ്യാകാശത്തിൽ വരുന്നു, അവനെ എതിരേക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്നൊക്കെയുള്ള ദൈവിക സന്ദേശം നീ മറ്റുള്ളവർക്ക് പകരണം. പ്രൈസലോ. അല്ലാതെ പ്രഭാതത്തിൽ എഴുതിയിട്ട് ഈ കണ്ടതും കേട്ടതും കച്ചറയൊക്കെ വിളിച്ച് പറയാതെ. ഹല്ലേലൂയ. ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് ഫോൺ ഇങ്ങോട്ട് വിളിക്കുന്ന കണ്ടതും കേട്ടതും കുറെ കച്ചറയൊക്കെ പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്നാൾ ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് രാവിലെ ദൈവമായി യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹം തലേദിവസം അങ്ങോട്ട് പോയി അദ്ദേഹത്തെ ആരോട് ചീത്ത പറഞ്ഞത് അത് രാവിലെ എഴുന്നിട്ട് എന്നോട് പറയുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ സവരെ ഫോൺ വെച്ചിട്ട് പോയി, രാവിലെ ഇതൊന്നും കേൾക്കാൻ സമയമില്ല. അങ്ങനെയുള്ളൊരു കൊണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നീ ചെയ്യേണ്ട കാര്യം, നീ രാവിലെ എഴുന്നേറ്റ് ക്രിസ്തുവിനെ കുറിച്ച് പറയണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭവനത്തിലായിരുന്നാലും ആദ്യം എഴുന്നേറ്റ് നിന്റെ ഭർത്താവിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, മാതാപിതാക്കളോട് ക്രിസ്തുവിനെ കുറിച്ച് പറയണം. എന്ത് പറയണം? മക്കളെ എഴുന്നേക്ക്, സഹോദര എഴുന്നേക്ക്, അച്ചായ അമ്മ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവരെ എഴുന്നേൽപ്പിച്ച് ദൈവത്തെ കുറിച്ച് പറഞ്ഞവരെ ആമേൻ വചനം വായിപ്പിച്ച് പഠിച്ച് ദൈവസന്നിധിയിൽ ആരാധിച്ച് ദൈവത്തോട് ഓരോ ദിവസം നിരപ്പ് പ്രാപിച്ച് കർത്താവിന്റെ സ്ഥാനാധിപതികളായി നിങ്ങളെ അനുദിനം ഉറപ്പിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകേണ്ട സന്ദേശം കേട്ടോ. യഥാർത്ഥ സന്ദേശം ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാ. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്ത് സമാധാനമുള്ള ഒരു സന്ദേശവുമില്ല. നിങ്ങൾ ഈ ലോകത്തിൽ എന്തെല്ലാം സന്ദേശം കൈമാറിയാലും ആ സന്ദേശത്തിനകത്ത് സമാധാനം കാണത്തില്ല. ആ സന്ദേശത്തിനകത്ത് കരുതലും സ്നേഹവും കാണത്തില്ല. നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ സന്ദേശത്തിനകത്ത് കരുതലുണ്ട്, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. രക്തം ചെയ്യണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം.
ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി, ദൈവരാജ്യത്തിന്റെ അംബാസഡറായി പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്ത നാൾ തൊട്ട് ഹല്ലേലൂയ, പൗലോസ് രക്തസാക്ഷിത്വം ഭരിക്കുന്നിടം വരെയും ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി ഉറപ്പോടെ നിന്ന് ദൈവരാജ്യത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് ശക്തമായി പ്രഘോഷിച്ചവനാണ്, വിളിച്ചു പറഞ്ഞവനാണ് പൗലോസ്. അപ്പോസ്തലന്മാരുടെ അങ്ങനെയായിരുന്നു. ആദിമസഭയിൽ അത് തന്നെയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടം വന്നപ്പോൾ ദൈവസഭ ദൈവത്തിന് അകന്നുപോയി. ദൈവത്തിന് നിരപ്രാപിച്ച് ജനമെല്ലാം പിന്മാറ്റത്തിലായി. അവർ ലോകത്തിന്റെ ഇമ്പപ്രകാരം ജീവിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, മടങ്ങി വന്ന് ക്രിസ്തുവിനോട് നീ നിരപ്പ് പ്രാപിക്കണം. പ്രൈസലോ. യേശു വരാൻ സമയമായി. ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട് യേശു വരാൻ സമയമായെന്ന്. ഹല്ലേലൂയ. യേശു വരാൻ സമയമായതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇന്ന് നിങ്ങൾ ഞാൻ കർത്താവിന്റെ സ്ഥാനാധിപതി, കർത്താവിന്റെ ഹല്ലേലൂയ വേലയ്ക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ സുവിശേഷം സംസാരിക്കും, സുവിശേഷം പറയും, പാപികൾക്കുള്ള മാനസാന്തര സന്ദേശം ഞാൻ പറയുമെന്നുള്ളൊരു തീരുമാനമെടുക്കണം. നിങ്ങൾ പറയണം, ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയാണ്, ക്രിസ്തുവിന്റെ അംബാസഡറാണ്. ഇന്നു മുതൽ ഞാൻ ഈ ലോകത്തോട്, ഈ ജനത്തോട്, സഹോദരന്മാരോട്, ബന്ധുക്കളോടൊക്കെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം പറയും. ഹല്ലേലൂയ. അവർക്ക് പാപബോധം വരുന്ന വിധത്തിലുള്ള ദൈവിക സന്ദേശം ഞാൻ പറയുമെന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ലജ്ജിച്ചു പോകണ്ട. പ്രാഗൽഭ്യത്തോടെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും, യേശു മാനകുലത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി, മാനകുലത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, അവസാനത്തുള്ളി രക്തം വരെ തന്നു, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ആമേ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് വേണ്ടി മധ്യസ്ഥാനിക്കുന്നു വിശ്വസിക്കുന്നതിന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരുമെന്നൊക്കെ എത്ര ശക്തമായിട്ടും പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിങ്ങൾക്കൊരു സന്ദേശം കാണിക്കാനില്ല കേട്ടോ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില അന്ധകാരത്തിന്റെ വ്യാപാര മണ്ഡലങ്ങളെ ശാസിച്ച് ജനത്തെ തകർക്കുന്ന, ജനത്തെ ദൈവത്തിന് അകറ്റിക്കളയുന്ന സാത്താന്യ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുകയാണ്. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയാതെ മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന സാത്താന്യ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്ന പകൽ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ചില തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. മദ്യപാനത്തിനും മയക്കുമരുന്നിനും വെറുപ്പൂത്തുകൾക്ക്, ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുന്ന ദുഷ്ടതകൾക്കെല്ലാം കൂട്ടുനിന്ന് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ തലമുറയെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് ഈ ഭൂമി വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ അന്ധകാര ശക്തിയെ ശാസിച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എല്ലാ അന്ധകാര ശക്തി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചതിനെ ചെയ്തെടുക്കണം. പ്രൈസ്. എന്നുപറയാൻ തലമുറയെ വഴുവഴുപ്പിലേക്ക് കൊണ്ടുപോവുക, കുടുംബത്തെ തകർക്കുക, കുടുംബ ജീവിതത്തെ ഛിന്ന ഭിന്നമാക്കി കളയുക. അത് സാത്താന്റെ ഒരു തന്ത്രമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ജീവിതം നിന്റെ കുടുംബത്തിനകത്ത് വരാതെ, നിന്റെ ജീവിതം കണ്ണുനീരിലേക്ക് പോകാതെ ദൈവത്തോട് നിരന്ന് നിന്റെ കുടുംബത്തിനകത്ത് സമാധാന ജീവിതം നയിക്കണം. സ്നേഹമുള്ള കുടുംബമായി നിന്റെ കുടുംബത്തെ നീ പണിതെടുക്കണമെങ്കിൽ ക്രിസ്തു നിന്റെ ഭവനത്തിനകത്തുണ്ടായിരിക്കണം, ക്രിസ്തു നിന്റെ ജീവിതത്തിലുണ്ടായിരിക്കണം, ക്രിസ്തുവിന്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കണം, ക്രിസ്തു നിന്റെ പ്രവൃത്തികളിൽ ഉണ്ടായിരിക്കണം. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി നീ നിന്നെ തന്നെ ഫലമേൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ ചങ്കല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും, ഹല്ലേലൂയ, ഞാൻ സംസാരിക്കേണ്ടതുകൊണ്ടും ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിനെന്ന് പൗലോസ് എഫെസോസ് സഭയോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പൗലോസ് ഇവിടെ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയാണ്. സുവിശേഷം മുഖാന്തരം ചങ്ങല ധരിച്ചിരിക്കുക. എന്നിട്ടും പറയുകയും, ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കേണ്ടതിന്, ഞാൻ വായി തുറക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നിൽ വരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എഫെസോസ് സഭയോട് പൗലോസ് പറയുന്നെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയായി പൗലോസിന്റെ ശുശ്രൂഷ നിവർത്തിച്ചുവെങ്കിൽ ഇന്ന് പകൽ നീ പൗലോസിനെ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ,
നീ കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ടി വന്നാലും, പ്രശ്നം സഹിക്കേണ്ടി വന്നാലും, പ്രതികൂലം സഹിക്കേണ്ടി വന്നാലും ലജ്ജിച്ചു പോകാതെ യേശുവിനെ കുറിച്ച് പ്രാഗൽഭ്യത്തോടെ നീ പറയണം. രക്തം ചെയ്യാം അല്ലേ? യേശുക്രിസ്തുവിന് വേണ്ടി നിന്നെ പ്രാഗൽഭ്യത്തോടെ നീ സംസാരിക്കാൻ വേണ്ടി ദൈവം നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് സദൃശ്യവാക്യം ഹല്ലേലൂയ സ്തോത്രത്തിലേക്ക് വരുമ്പോൾ സദൃശ്യവാക്യം 25-ാം അധ്യായം വായിക്കുമ്പോൾ 25-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്ത് കാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളിനെ തണുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് ഹിമം പോലെ നമ്മുടെ ഉള്ളിൽ തണുപ്പിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നാമേ സ്തോത്രം. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്ത് കാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നവനാ. അത് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി മകനിയുമായി ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സദൃശവാക്യം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. ആമേ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാധിപതിയോ സുഖം നൽകുന്നു. അപ്പം ദുഷ്ടവാസനയ്ക്ക് നീ ദോഷത്തിൽ അകപ്പെടും, എന്നാൽ വിശ്വസ്തനായ സ്ഥാനാധിപതിയോ അവന് സുഖം നൽകുന്നു എന്നാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വേണ്ടി സ്ഥാനാധിപതിയായി മാറണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുക. വാക്കുകൾക്ക് വിരാമമിടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാമത്തെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അല്ലേ? അതേ പ്രതീക്ഷിച്ച പിതാക്കന്മാരുടെ കണ്ണ തോന്നിയ ദൈവം. ആ ഭാഗം വിവരിക്കുക നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഭാഗം വാക്യം വായിച്ചു നിർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ പൗലോസ് പറഞ്ഞ വാക്യത്തിലേക്ക് വന്ന് അല്ലേ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ ക്രിസ്തുവിന് വേണ്ടി അപേക്ഷിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പാപജീവിതം വിട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ നല്ല സ്ഥാനാധിപതികളായി ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. പാപം വിട്ട് മടങ്ങി വന്ന് ശാപം വിട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിന് വേണ്ടി ഇതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഈ ലോകത്തിന്റെ മോഹങ്ങൾ വിട്ടിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാമോ? കർത്താവേ, ഞാൻ അങ്ങയോട് നിരപ്പ് പ്രാപിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതിയായി അങ്ങേക്ക് വേണ്ടി ഇനിയുള്ള കാലം ഉണർന്ന് പ്രവർത്തിപ്പാൻ ഈ സുവിശേഷം മറ്റുള്ള പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയുവാൻ അല്ലേലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് ദൈവത്തിന് തീരുമാനമെടുത്തതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, വലിയവരും ചെറിയവരും കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്ഞിമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങൾ ദ്വീപുകളെ ആദിവാസി ട്രൈബൽ മേഖലയിരിക്കുന്ന ജനത്തെ അധികാരികളെ കർത്താവി കരസേന വ്യോമസേന നാവികസേന അധികാരികൾ അതിർത്തികൾ കാക്കുന്ന BSF CRPF കർത്താവിയുടെ പോലീസിന്റെ വിവിധ വകുപ്പുകൾ നിയമനിർമ്മാണ രംഗത്ത് ക്രമസമാധാന രംഗത്ത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ കരകരം കേൾപ്പിക്കുന്ന കരയിലും കടലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്ത് സഞ്ചരിക്കുന്നവർ അല്ലേലൂയ സ്തോത്രം. അതിന്റെ വാഹന നിർമ്മിതാക്കൾ അതിന്റെ സെയിൽസുകാരെ ഒക്കെ ഇങ്ങളോർത്ത് പ്രാർത്ഥിക സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ചോദിക്കുന്നവർ അല്ലേലിയ ഖനികൾ കമ്പനികൾ ഫാക്ടറികൾ ചോദിക്കുന്നവർ കടലോര മത്സ്യബന്ധനത്തിനായി ജീവിക്കുന്നവർ അല്ലേലിയ കർത്താവ് കൺസ്ട്രക്ഷൻ മേഖലയിൽ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വലുത് ചെറുതായ എല്ലാ വ്യാപാര വ്യവസായികളെയും വഴിയോടെ കച്ചവടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സഹകരണ മേഖലയിലും പൊതുമേഖലയിലും പൊതുപ്രാന്ത മേഖലയിലും കാർഷിക മേഖല ക്ഷീരമേഖലയിലും അനീതനം ഭാഗ്യ മേഖല വിദ്യാഭ്യാസ ആരോഗ്യ മേഖല എല്ലാ മേഖലയും മത സാമൂഹിക സാംസ്കാരിക സംഘടനാ രംഗം ചരിത്ര മാധ്യമ മീഡിയ ഭരണപ്രദേശ
സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മദ്യത്തിനും മയക്കുമരുന്നിനും പഞ്ചലഹരി പദാർത്ഥം അടിപ്പെട്ട് ഈ ലോകത്തിന്റെ പാപജീവിതങ്ങൾ വീട് കിടക്കുന്ന സകല ജനത്തെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവർ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് പാപം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായി ജനത്തെ നിയമിക്കണമേ. കേരളത്തിനും ഭാരത വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയിരിക്കുന്നവർ, കഷ്ടം സഹിക്കുന്നവർ, വേദനയുടെ കടന്നു പോകുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, സാലറി കിട്ടാതെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ വിവിധ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് വിദേശ ജയിലറയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. എല്ലാവരും മാനസാന്തരം കൊടുക്കണമേ. തൂക്കുമരത്തിന് മുമ്പിലായിരിക്കുന്നവരുണ്ട്, മരണശേഷം വിധിക്കപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാവരും മാനസാന്തരം കൊടുക്കുവാൻ നിങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നു സൗകര്യമാർ, ഭവനങ്ങളിൽ പീഡനുഭവിച്ച് കഷ്ടസഹി പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ഇതിൽ വിടിപ്പിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദേശത്ത് പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിധ ജോലി ചെയ്യുന്നവർ, പരിവർത്തനത്തിനായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിലും നിരാലും വൃദ്ധരസന യാചകർ, ഓർഫനേജിൽ ഹോട്ടൽ ജോലി തടവറയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേദിക്ക് വേണ്ടി കർത്താവിന്റെ കേരളത്തിലെങ്ങാനും, കേരളത്തിൽ എല്ലായിടത്തും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും കർത്താവ് ലോകമെമ്പാട് 7 ഭൂഖണ്ഡങ്ങളിലും കടന്നുപോയി വിശേഷം അറിയിക്കുന്ന ദൈവജനത്തെ സൂക്ഷിക്കണമേ. ദൈവദാസന്മാരെ സൂക്ഷിക്കണമേ. എല്ലാ ടീമർക്കും സൂക്ഷിക്കണമേ. ജയിലിൽ കിടക്കുന്നവർക്ക് മോചനം കൊടുക്കണം. സുവിശേഷ വിരോധികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾക്ക് മാനസാന്തരം കൊണ്ടുപോകാൻ യേശുവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ജനം മടങ്ങി വന്ന് നിരപ്പ് പ്രാപിച്ച് ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ, ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളായി നിത്യതയ്ക്ക് വേണ്ടി ഒരുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.